Hello guys, welcome to the second video of the Excel series. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കുറേ ഡാറ്റ മൾട്ടിപ്പിൾ ഡാറ്റ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യും, അതെങ്ങനെ ഒരു പ്രസന്റബിൾ വേയിൽ പ്രസന്റ് ചെയ്യും, അതെങ്ങനെ ഫിൽട്ടർ ഔട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ യു ആർ ഗിവൺ മൾട്ടിപ്പിൾ ഡാറ്റ, ഒരു 1000 എൻട്രീസ് ഉള്ള ഡാറ്റ നിങ്ങളെ കയ്യിൽ തന്ന് ആ ഡാറ്റ ഒക്കെ എങ്ങനെ ഫിൽട്ടർ ഔട്ട് ചെയ്യാം, ആ ഡാറ്റയിലെ അനാവശ്യമായ കാര്യങ്ങൾ എങ്ങനെ ഫിൽട്ടർ ഔട്ട് ചെയ്യാം, അതൊക്കെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം ഫസ്റ്റ് ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ തുടങ്ങാം, പിന്നെ നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകും. സോ ദാറ്റ് യു ഗെറ്റ് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദിസ്. സോ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞുതരാം. ദെൻ വി ക്യാൻ ഡു ദി ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. സോ ഫസ്റ്റ് ഒരു ബേസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അഡ്വാൻസിലേക്ക് പോവാം. സോ നമ്മളിവിടെ എടുത്തേക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വി ഹാവ് ടേക്കൺ ഐറ്റം, പ്രൈസ്, വാറ്റ് എമൗണ്ട്, ടോട്ടൽ പ്രൈസ്, വാറ്റ് റേറ്റ്. So for example, VAT rate let's say 5%. ഇപ്പോൾ VAT rate എന്ന് പറഞ്ഞാൽ നാട്ടില് GST 18% അല്ലേ. ഇപ്പോൾ VAT rate എന്ന് പറഞ്ഞാൽ ദുബായ് ബേസിലെ ഒരു റേറ്റ് ആണ് ഞാൻ എടുത്തത്, ആസ് ഐ ആം മോർ ഫെമിലിയർ വിത്ത് ദുബായ് അക്കൗണ്ട്സ്. അപ്പം GST എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അക്കൗണ്ട്സിന്റെ ഒരു സിസ്റ്റം ആണ്. So let's see how to calculate with these numbers easily. അപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഐറ്റം, പ്രൈസ്, വാറ്റ്, ടോട്ടൽ പ്രൈസ്, എമൗണ്ട് ഒക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമെന്നാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബോർഡറിലാക്കി വെക്കുക. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഫസ്റ്റ് വീഡിയോയിൽ എന്താണ് പറഞ്ഞത്, നെവർ യൂസ് യുവർ മൗസ്. അപ്പൊ നമുക്ക് ഇത് മൗസ് യൂസ് ചെയ്യാതെ എങ്ങനെ ഒരു ബോർഡർ ആക്കും നമുക്ക് പഠിക്കാം. സോ യു ഹാവ് ടു യൂസ് യുവർ ആരോ ബട്ടൺ, ഷിഫ്റ്റ് ബട്ടൺ, കൺട്രോൾ ബട്ടൺ. നിങ്ങൾ ആദ്യം കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റിലേക്ക് ആരോ നെക്കുക, അപ്പൊ നിങ്ങൾ ടോട്ടൽ പ്രൈസിലേക്ക് എത്തും. പിന്നെ കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോയിലേക്ക് നെക്കുക, അപ്പൊ നിങ്ങൾക്ക് ആ ബുക്കിന്റെ അവിടം വരെ എത്തിയില്ലേ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ് ആൾട്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മൗസ് യൂസ് ചെയ്യാം, ബട്ട് ഐ പ്രിഫർ യു ടു യൂസ് യുവർ മൗസ് വിത്തൗട്ട്. ഒരിക്കലും നിങ്ങൾ മൗസ് യൂസ് ചെയ്യരുത്. അതാണ് ഫസ്റ്റ് റൂൾ ഓഫ് എക്സൽ. നിങ്ങൾ ചില കേസിൽ യൂസ് ചെയ്യേണ്ട വന്നേക്കാം, ബട്ട് മാക്സിമം നിങ്ങൾ അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങളുടെ സ്പീഡിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഐ വിൽ സേ ഇറ്റ് വൺസ് അഗെയിൻ. നിങ്ങൾ ഫസ്റ്റ് കൺട്രോൾ ഷിഫ്റ്റ് നെക്കുക, പിന്നെ ആരോ ബട്ടൺ, റൈറ്റ് ആരോ ബട്ടൺ നെക്കുക. അപ്പൊ നമ്മൾ ടോട്ടൽ പ്രൈസിലേക്ക് എത്തും. ഇപ്പൊ നിങ്ങളിപ്പോ ഈ ടോട്ടൽ പ്രൈസ് തുടങ്ങുന്നുണ്ടെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ആരോ ബട്ടൺ, then കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ ബട്ടൺ. ഡൗൺ ആരോ ബട്ടണിൽ നെക്കുക. അപ്പൊ നമ്മൾ ബുക്കിലേക്ക് എത്തും. ദെൻ വി സ്റ്റാർട്ട് വിത്ത് എന്താണ്, ആൾട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ആൾട്ട് ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഫ് ഫയല്, എച്ച് ഹോമിന്റെ അടുത്ത്, ഇൻസേർട്ട് എന്നിന്റെ അടുത്ത്, ഡ്രോ ജെന്റെ അടുത്ത്, പി ലേഔട്ടിന്റെ അഗെയിൻസ്റ്റ്, ഫോർമുല എമ്മിന്റെ അഗെയിൻസ്റ്റ്, ഡാറ്റ എന്റെ അഗെയിൻസ്റ്റ്, റിവ്യൂ ആറിന്റെ അഗെയിൻസ്റ്റ് ഒക്കെ കാണാം. നിങ്ങൾ ഫസ്റ്റ് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആൾട്ട് ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ബട്ടണിന്റെ ബോർഡർ വരക്കാൻ ഞെക്കിയത്, അപ്പൊ ഈ ബോർഡറിന്റെ ബട്ടണ് എവിടെ, ഈ ഹോം ബട്ടണിലല്ലേ റിസൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആൾട്ട് കഴിഞ്ഞ പാട് എച്ച് ബട്ടൺ ഞെക്കുക. എച്ച് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ 1 2 3 ബി എന്നൊക്കെ കാണാം. അപ്പൊ ബി സ്റ്റാൻഡ്സ് ഫോർ ബോർഡർ. അപ്പൊ നിങ്ങൾ ആൾട്ട് എച്ച് ഞെക്കി കഴിഞ്ഞാൽ ബി നെക്കുക. ബി ഞെക്കി കഴിഞ്ഞാൽ എന്താ, ഓൾ ബോർഡേഴ്സ് ഏത് ഇതാ നെക്കേണ്ടത്, ഓൾ ബോർഡേഴ്സ് നമ്മൾ നെക്കുക. അപ്പൊ ഇതാ കണ്ട ബോർഡർ ആയില്ലേ. നമ്മൾ സ്പീഡിൽ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യുക, കൺട്രോൾ നെക്കുക, ഷിഫ്റ്റ് നെക്കുക, റൈറ്റ് ആരോ, ഡൗൺ ആരോ, ആൾട്ട് എച്ച് ബി എ, സാധനമായി. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളിവിടെ ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ആൾട്ട് എച്ച് ബി എ. എന്താണ് ഫോർമുല, ഓൾ ബോർഡേഴ്സിന് വേണ്ടി ആൾട്ട് പ്ലസ് എച്ച് ബി എ സ്റ്റാൻഡ്സ് ഫോർ ഓൾ ബോർഡേഴ്സ്. അത് നിങ്ങൾക്ക് ബൈഹാർട്ടാക്കി പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു ആൾട്ട് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഹോം എച്ച് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതാ ബി കാണാം. ആ ബി ഞെക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, പിന്നെ ഇവിടെ എ, അത് ഞെക്കിയാൽ മതി. അപ്പോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നൗ ലെറ്റ്സ് മൂവ്. സി, നിങ്ങൾക്കിപ്പോ ഇവിടെ കാണാൻ പറ്റും, ഇതാ ടോട്ടൽ പ്രൈസിന് അവിടെ ഒരു ബോർഡർ മിസ്സിങ് പോലെ തോന്നും. കാരണം എന്താ, ആ വെൽ റിപ്രസെന്റഡ് അല്ല. കാരണം പ്രൈസ് ഒരു ബോർഡറിന്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് കൺട്രോൾ എ ഞെക്കി കഴിഞ്ഞാൽ എന്താ, എവ്രി സെൽ ഇസ് സെലക്ടഡ്.
കൺട്രോൾ എ ഞെക്കി കഴിഞ്ഞിട്ട് എവറി സെല്ല് സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഞെക്കേണ്ടത് എന്ന് വെച്ചാൽ ആൾട്ട് ഒ സി എ. ഇപ്പം കണ്ടില്ലേ, നല്ല വൃത്തിയിൽ വന്നില്ലേ? ഐറ്റം ഒരു സെല്ലിന്റെ ഉള്ളിലാണ്, പ്രൈസ് ഒരു സെല്ലിന്റെ ഉള്ളിലാണ്, വാറ്റ് എമൗണ്ട് ഒരു സെല്ലിന്റെ ഉള്ളിലാണ്, ടോട്ടൽ പ്രൈസ് ഒരു സെല്ലിന്റെ ഉള്ളിലാണ്. ഇപ്പൊ whenever you get a data, if it's not neatly presented, ഇവിടെ ഒരു ഡാറ്റ കിട്ടി, നീറ്റ്ലി പ്രസന്റഡ് അല്ലല്ലോ, നിങ്ങൾ കൺട്രോൾ ഞെക്കുക, ഇല്ലെങ്കിൽ ഈ സെല്ല് മാത്രം ഞെക്കുക, ഓൾട്ട് ഒ സി എ. ആ സെല്ല് നീറ്റ്ലി റിപ്രസെന്റഡ് ആവും, മീൻസ് ഒരു സെല്ലിന്റെ റെഫറൻസിന്റെ ഉള്ളിലാവും. അപ്പം ഓക്കെ, നൗ ലെറ്റ്സ് കാൽക്കുലേറ്റ് വാറ്റ് എമൗണ്ട്. ഇപ്പൊ വാറ്റ് എത്രയാണ് വരുന്നത്? പ്രൈസ് 10 ആണ് വരുന്നത്, വാറ്റ് 5%. അപ്പൊ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഇറ്റ്സ് ഈക്വൽ ടു ഞെക്കി കൊടുക്കുക, ഈക്വൽ ടു ബട്ടൺ ഞെക്കി കൊടുക്കുക. പിന്നെ എത്ര പ്രൈസ് വരുന്നത്? 10 അല്ലേ? 10ന്റെ എത്ര ശതമാനമാണ് വാറ്റ് വരുന്നത്? 5%. ഈക്വൽ ടു, ഇപ്പൊ വാറ്റ് വരുന്നത് 0.5 ആണ്. അപ്പൊ ടോട്ടൽ പ്രൈസ് എത്രയായിരിക്കും? പ്രൈസ് പ്ലസ് വാറ്റ് എമൗണ്ട് വിച്ച് ഇസ് 10.5. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരാന്. പ്രൈസ്, വാറ്റ് എമൗണ്ട്, ടോട്ടൽ പ്രൈസ്. Now let's move to the next one, price 20. ഇനി ഇത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഒന്നും കൂടി നിങ്ങൾ പോയി ഈക്വൽ ടു 20 into 0.5 ചെയ്യേണ്ട ആവശ്യമില്ല. എക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആക്കാന്, റിപ്പീറ്റഡ് വർക്ക് കൂട്ടാനല്ല. ഇറ്റ്സ് ഫോർ സിംപ്ലിഫൈങ് യുവർ വർക്ക്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് വർക്ക്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ ഇതേ സെല്ല് എന്ത് ചെയ്യുക, കൺട്രോൾ സി നെക്കുക, കൺട്രോൾ വി നെക്കുക. പക്ഷെ ഇതെന്താ 0 വരാൻ കാരണം എന്താ? ലെറ്റ്സ് സീ. ഇവിടെ I4 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇവിടെയോ I3 ആണ് വാറ്റ് പെർസെൻറ്റേജ്. I4ലേക്ക് ഇവര് പോയേക്കണേ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ഇത് I3 ഫിക്സ്ഡ് ആണ്, C3 ആണ് വേരിയബിൾ എന്ന് കാണിക്കണം. C3 മീൻസ് ദി പ്രൈസ് താഴോട്ടേക്ക് പോകാം, ബട്ട് വാറ്റ് താഴോട്ടേക്ക് പോകരുത്, കാരണം വാറ്റ് പെർസെൻറ്റേജ് ഫിക്സ്ഡ് ആണ്, പ്രൈസ് ഫിക്സ്ഡ് അല്ല. പ്രൈസ് ഇസ് നോട്ട് ഫിക്സ്ഡ് ബട്ട് വാറ്റ് എമൗണ്ട് ഇസ് ഫിക്സ്ഡ് എന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ആബ്സല്യൂട്ട് സെൽ മെഷർമെന്റിലേക്ക് പോകണം. അതുകൊണ്ട് എന്ത് ചെയ്യും? അതിന്റെ തൊട്ട് മുമ്പിലും അതിന്റെ നടുവിലും ഒരു ഡോളർ ചിഹ്നം ഇട്ട് കൊടുക്കുക. ഓക്കെ, നൗ യു ഹാവ് ടു ഡു ഇസ് കൺട്രോൾ സി, കൺട്രോൾ വി. കിട്ടിയില്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ സെല്ലും ഷിഫ്റ്റ് ഡൗൺ 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 നോക്കിയിട്ട് കൺട്രോൾ ഡി നോക്കി കൊടുക്കുക. അപ്പൊ എന്താ? എവറി വെയർ വാറ്റ് എമൗണ്ട് 17 നിൽക്കുന്നു. കണ്ട? ഇവിടെ സി ചേഞ്ചസ് ബട്ട് ഐ ഡസ് നോട്ട് ചേഞ്ച്, അതാണ് അർത്ഥം. ഇനി എന്ത് ചെയ്യാ? ഇവിടെ അതേപോലെ ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാ? ടോട്ടൽ പ്രൈസ് അല്ലേ, കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആക്കുക, കൺട്രോൾ ഡി നിൽക്കുക. ഇപ്പൊ ടോട്ടൽ പ്രൈസ് ആയി. അപ്പൊ ഇതിന്റെ ഒക്കെ ടോട്ടൽ പ്രൈസ് എത്രയായിരിക്കും? സം എത്രയായിരിക്കും? ഈ മൂന്നിന്റെ സം എത്രയായിരിക്കും? ഈ മൂന്നിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ ഒരു ഈസി ഫോർമുല ഉണ്ട്. എന്താണ് ഈസി ഫോർമുല? നിങ്ങൾ ഇസിക്കൽ ടു 10 പ്ലസ് 21 പ്ലസ് 31 പ്ലസ് അങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. പിന്നെ എക്സൽ വി ഡു ഇസ് സം, എല്ലാത്തിന്റെ സം ഓഫ് എവറിത്തിങ്. സമ്മും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇതിന്റെ ഒക്കെ സമ്മ് 157 ആണ്. അപ്പൊ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈക്വൽ ടു ബട്ടൺ വെക്കുക, സമ്മിനൊക്കെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തായി? ഇത് കിട്ടി, ടോട്ടൽ ഓഫ് എവറിത്തിങ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെ ഡാറ്റ സോർട്ട് ചെയ്യും നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇതിപ്പം കുറച്ച് ഡാറ്റയുള്ളൂ. ലെറ്റ്സ് സേ ഇഫ് ദർ ആർ മൾട്ടിപ്പിൾ ഡാറ്റ. അപ്പം ഇതിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കുറച്ച്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 26 ഫെബ്രുവരി ഉണ്ട്, 26 മാർച്ച് ഉണ്ട്, 26 ഏപ്രിൽ ഉണ്ട്, 26 നവംബർ ഉണ്ട്. ദർ ആർ മെനി ഡാറ്റ, റൈറ്റ്? ഇവിടൊക്കെ എന്താ? ഇപ്പൊ സൊമാറ്റോ നോക്കാം. നിങ്ങൾ സൊമാറ്റോയിൽ ഒരു പർച്ചേസ് നടത്തി, ഇനി നിങ്ങൾക്ക് ഒരു ഡിവിഡൻഡ് ഒരു പൈസ കിട്ടി. ഇനി എന്താ പറയാ, നിങ്ങൾക്ക് അഷ്ഫാഖിന്റെ അടുത്ത് നിന്ന് ഒരു എമൗണ്ട് കിട്ടി, നിങ്ങൾക്ക്
സേതുരാമയ്യന്റെ അടുത്ത് നിന്ന് ഒരു എമൗണ്ട് കിട്ടി. ഓക്കെ, ഇതൊക്കെ ബാങ്കിൽ ഉണ്ടാവില്ലേ. സൊമാറ്റോയില് നിങ്ങൾ എന്താ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ വരാ, നിങ്ങളെ കയ്യിൽ നിന്ന് എമൗണ്ട് പോകുന്നതാണ്, സൊമാറ്റോയിലേക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ ഡെബിറ്റ് എമൗണ്ട് വരാം. ഇപ്പം 120 എമൗണ്ട് പോയി. എത്ര ഡിവിഡൻഡ് കിട്ടി? ഡിവിഡൻഡ് കിട്ടിയതാണ്, ഇപ്പൊ ക്രെഡിറ്റ് അല്ലേ. ഡിവിഡൻഡ് എത്ര? ബാങ്കിൽ ക്രെഡിറ്റ് അല്ലേ. എടാ നമ്മളെ എമൗണ്ട് എവിടാ, ബാങ്കിൽ കയറുമ്പോ ക്രെഡിറ്റിലല്ലേ വരാന്. അപ്പൊ 50 ഡിവിഡൻഡ് കിട്ടി. അശ്വാക്ക് എനിക്ക് 150 തന്നു. സേതുരാമൻ എനിക്ക് 200 തന്നു. ഇതൊക്കെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ. അപ്പൊ ഇതും ഈ സെൽ ഡാറ്റ, ഈ സെല്ലും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷിഫ്റ്റ് സ്പേസ്, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷിഫ്റ്റ് സ്പേസ് ബട്ടൺ, പിന്നെ എന്താ കൺട്രോൾ സി നെക്കുക, കോപ്പി ചെയ്യുക. എന്നിട്ട് ഇത് ഷിഫ്റ്റ് സ്പേസ് നെക്കുക. ഏതെല്ലാം സെല്ലാണോ പേസ്റ്റ് ആക്കേണ്ടത് കൺട്രോൾ ആൾട്ട് വി. നിങ്ങൾ വെറും കൺട്രോൾ വി നെക്കിയാൽ ഇറ്റ് വോണ്ട് വർക്ക് ദെയർ. കൺട്രോൾ ആൾട്ട് വി നെക്കിയിട്ട് ഫോർമാറ്റ് പേസ്റ്റ് ചെയ്യാം. ഇപ്പം കണ്ടില്ലേ, യു ഗെറ്റ് ദി സെയിം ഫോർമാറ്റ് ആസ് ഇത് അല്ലേ. അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇതെങ്ങനെ, ലെറ്റ് മീ ആഡ് ഫ്യൂ മോർ ഡാറ്റ. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ദാറ്റ് യു ഗെറ്റ് കുറെ ബാങ്ക് ചാർജസ് ഉണ്ട്. ഒരു സെല്ല് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ലെറ്റ്സ് സേ എത്രയാ, നിങ്ങൾക്കൊരു 27th നവംബറിന് നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഒരു ബാങ്ക് ചാർജ് വന്നു. ബാങ്ക് ചാർജ് എത്ര? ബാങ്ക് ചാർജ് എത്രയാ? 15 റുപ്പീസിന്. 21 ജാനുവരിക്ക് നിങ്ങൾക്കൊരു ബാങ്ക് ചാർജ് വന്നു. 10 റുപ്യക്ക്. 26 ഫെബ്രുവരിക്ക് ഒരു ബാങ്ക് ചാർജ് വന്നു. എത്ര? 23 റുപ്പീസ്. ഓക്കെ, നൗ ഡു ദി സെയിം തിങ്. ഷിഫ്റ്റ് സ്പേസ് ബട്ടൺ, കൺട്രോൾ സി, ഷിഫ്റ്റ് സ്പേസ് ബട്ടൺ. എവിടെയൊക്കെയാണ് കോപ്പി ചെയ്യേണ്ടത് കൺട്രോൾ ആൾട്ട് വി നിൽക്കുക, ഫോർമാറ്റ് പേസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഡാറ്റ ഉണ്ട്. ഇതിനെക്കാട്ടി ഒരുപാട് ഡാറ്റ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവാം. ബട്ട് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഇത് സോർട്ട് ആക്കേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റ ഉണ്ട്. ആൻഡ് ദിസ് ആർ നോട്ട് ഓൾ. ഇതൊക്കെ എന്താ, ഇവിടെ 21 ജാനുവരി 2026. സോറി, ലെറ്റ്സ് സേ 2025 ആക്കാം. അപ്പം നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കാം. 25 25 25 25 25 25. ഓക്കെ, ഇപ്പൊ 25 ആയി. ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്നതാണ് ഡാറ്റ ആർ നോട്ട് വെല്ലി പ്രസന്റഡ്. ജൂൺ 25 ഇവിടെ ഉണ്ട്, അതിനുശേഷം ഫെബ്രുവരി 25 താഴെ ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ ഒന്ന് വെൽ പ്രസന്റ് ആക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷിഫ്റ്റ് കൺട്രോൾ ഷിഫ്റ്റ് ആരോ മാർക്ക്, ലൈക്ക് ഐ സെഡ് യു ഏർലിയർ. പിന്നെ കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ബട്ടൺ വെക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആൾട്ട് എ എന്ന് പറഞ്ഞാൽ ഡാറ്റയിലേക്ക് പോകണം. ആൾട്ട് ഡാറ്റയിലേക്ക് പോവുക, എ. പിന്നെ ഫിൽട്ടർ എവിടെ വരുന്നത്? ടി. ഫിൽട്ടർ ഔട്ട് ചെയ്യണം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫിൽട്ടർ ബട്ടൺ കാണാം. ഇത് കണ്ട, ഒരു ഫിൽട്ടർ ബട്ടൺ കാണുന്നില്ലേ? ഫിൽട്ടർ ബട്ടൺ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾഡസ്റ്റ് ടു ന്യൂവസ്റ്റ് ഓർ ന്യൂവസ്റ്റ് ടു ഓൾഡസ്റ്റ് കൊടുക്കുക. അപ്പൊ എന്താ കൊടുക്കേണ്ടത്? ഓൾഡസ്റ്റ് ടു ന്യൂവസ്റ്റ്. ഓക്കെ, അപ്പോ ഇതിന് സെല്ലിന് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് cell need to be of the same size. Control A. Wait. Okay. Let's see. ഇതൊന്ന് അൺമർജ് ചെയ്ത് നോക്കണം, കാരണം ഈ സെല്ലിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് അൺമർജ് ചെയ്ത് നോക്കുക. ഓക്കെ, മെർജിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാണ്ടെന്ന്. അപ്പം എന്ത് ചെയ്യുക, കൺട്രോൾ ആൾട്ട് സെയിം തിങ് ചെയ്യുക, ആൾട്ട് 80. അപ്പോൾ നിങ്ങൾക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യാം. എന്താ, ന്യൂവസ്റ്റ് ഓൾഡസ്റ്റ് ടു ന്യൂവസ്റ്റ് ഓർ ന്യൂവസ്റ്റ് ഓൾഡസ്റ്റ് എടുക്കുക. ഓൾഡസ്റ്റ് ടു ന്യൂവസ്റ്റ് കൊടുക്കുക. ഇത് കണ്ട, ഇത് ഫിൽട്ടർ ഔട്ടായി. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇത് ഫിൽട്ടർ ഔട്ട് ചെയ്ത് വന്നില്ലേ? ഇനി നിങ്ങൾക്ക് വെറും ബാങ്ക് ചാർജ് വേണ്ടി എന്തായിരിക്കും? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കുറെ കാണാം.
ഇപ്പൊ ഡൗൺ ബട്ടൺ ഞെക്കിയിട്ട് സ്പേസ് വെക്കുക. സ്പേസ് ആണ്, സ്പേസ് ഞെക്കുക. സ്പേസ് ഞെക്കി കഴിഞ്ഞാൽ ഇതാണ് സെലക്ട് ആവും. അപ്പൊ നിങ്ങൾക്ക് വെറും ബാങ്ക് ചാർജ് ആവണമെങ്കിൽ ബാങ്ക് ചാർജ് മാത്രം വെക്കാം. അപ്പൊ എത്ര ബാങ്ക് ചാർജ് ഉണ്ട് എന്ന് കാണാം.